മക്കളെ, ഈ വർഷത്തെ ESIയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എന്താണ് ESI എന്ന് ചോദിച്ചാൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന സ്കീമിൽ വരുന്നവരാണ്. അപ്പോൾ ഈ വീഡിയോ ആരാണ് കാണേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ESIയുടെ പരിധിയിൽ വരുന്നവരാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ വീഡിയോ ബാധകമാവും, ഇല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണേണ്ടതില്ല. അപ്പോൾ ESIയുടെ പരിധിയിൽ വരുന്നവർ മാത്രം ശ്രദ്ധിക്കുക. ESI അഥവാ എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിൽപ്പെട്ട ആ വ്യക്തികളുടെ മക്കൾക്ക് വാർഡ് ഓഫ് ഇൻഷുർഡ് പേഴ്സൺ അവർക്ക് MBBSനും BDSനും BSc നഴ്സിങ്ങിനുമായിട്ട് ESI മെഡിക്കൽ കോളേജുകളിലും ESIക്ക് സീറ്റ് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുന്ന മെഡിക്കൽ കോളേജുകളിലും ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള മെഡിക്കൽ കോളേജുകളിലും ഉള്ള അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അപ്പോൾ അവർ അതിനു മുമ്പ് ഒരു IP സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നൊരു സർട്ടിഫിക്കറ്റ് റെഡിയാക്കേണ്ടതുണ്ട്. ഇൻഷുർഡ് പേഴ്സൺ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ESIയുടെ കോളേജുകളിൽ വരുന്ന സീറ്റുകളുടെ ഡീറ്റെയിൽ നോക്കുക. ESI കോളേജുകളിൽ ബംഗളൂരുവിൽ 68 സീറ്റുണ്ട്. നേരെ തിരിച്ച് ചെന്നൈയിൽ 30 സീറ്റാണ്. വെസ്റ്റ് ബംഗാളിൽ 78 സീറ്റാണ്. ഗുൽബർഗയിൽ 68 സീറ്റ്. ഹരിയാനയിൽ 52 സീറ്റ്. ഹൈദരാബാദിൽ 52. രാജസ്ഥാനിൽ 35. ബീഹാറിൽ 35. മുംബൈയിൽ 25. ആസാമിൽ 25. മധ്യപ്രദേശിൽ 17. രാജസ്ഥാനിൽ 17. പഞ്ചാബിൽ 25. ഗുജറാത്തിൽ 25. ഉത്തർപ്രദേശിൽ 25. അതുപോലെ തന്നെ വാരണാസിയിൽ നോയിഡയിൽ 25. വാരണാസിയിലും 25. തമിഴ്നാട് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ 20. അതേപോലെ ലാൽ ബഹദൂർ ശാസ്ത്രി മെഡിക്കൽ കോളേജിൽ 36. കേരളത്തിൽ പാരിപ്പള്ളി കൊല്ലം മെഡിക്കൽ കോളേജിൽ 37. അങ്ങനെ ടോട്ടൽ 695 സീറ്റാണ് MBBSനായിട്ട് റിസർവ് ചെയ്തിരിക്കുന്നത്. അതുപോലെ BDSന് ഗുൽബർഗയിൽ 28 സീറ്റ്. നഴ്സിങ്ങിന് ബംഗളൂരുവിൽ 30 സീറ്റ്. ഗുൽബർഗയിൽ 30. അങ്ങനെ ആകെ 60 സീറ്റ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന MBBS ആയിക്കോട്ടെ, BDS ആയിക്കോട്ടെ, BSc നഴ്സിംഗ് ആയിക്കോട്ടെ, ഇതിനൊക്കെ നിങ്ങൾക്ക് IP സർട്ടിഫിക്കറ്റ് തയ്യാറാക്കേണ്ടതുണ്ട്. ഇനി MBBSനും BDSനും ഒക്കെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഓൾ ഇന്ത്യയുടെ MCC എന്ന് പറയുന്ന കൗൺസിലിംഗ് പ്രൊസീജിയർ വഴി, ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ആണ് MCC. ആ MCCയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ESI എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കുമ്പോൾ കിട്ടുന്ന IP സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ കൊടുത്തുകൊണ്ടാണ് അലോട്ട്മെൻറ്റ് എടുക്കേണ്ടത്. അപ്പോൾ MCCയുടെ സൈറ്റ് ഓപ്പൺ ആവുന്നതിനൊക്കെ മുമ്പ് തന്നെ നിങ്ങളുടെ കയ്യിൽ IP സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങളെ അതിൽ പരിഗണിക്കുക. ഇനി ഇവിടെ ഇതിലും എന്തൊക്കെ ഉണ്ടാവും? SC, ST, OBC, ഫിസിക്കൽ ഡിസബിലിറ്റി, EWS, ഈ പറഞ്ഞ റിസർവേഷൻസൊക്കെ ഇതിനും ബാധകമാണ്. അപ്പോൾ ടോട്ടൽ സീറ്റുകളുടെ 10% EWSന് പോവും, 27% OBCക്ക് പോവും, SC, ST കാറ്റഗറിക്കും ഇതേപോലെ 13.7% വെച്ച് സീറ്റ് പോവും. എല്ലാ കാറ്റഗറിയുടെയും 5% സീറ്റ് ഫിസിക്കൽ ഡിസബിലിറ്റിക്കും പോവും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇഷ്യൂ ഓഫ് വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ ഈ IP സർട്ടിഫിക്കറ്റ് വാങ്ങുകയാണ് ചെയ്യേണ്ടത്, അതാണ് നിർബന്ധം. അപ്പോൾ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? മസ്റ്റ് വാലിഡ് വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ്. ഇതിന് വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഓൾ ഇന്ത്യയിൽ ഈ സീറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ESI.gov.in എന്നുള്ള സൈറ്റിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അത് നിങ്ങളൊരു ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ ആണ്, ഫോൺ ഉപയോഗിച്ച് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആ സൈറ്റിൽ കയറുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ESI.gov.in എന്നുള്ള സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ് എന്നൊരു ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു OTP വരും. ആ OTP വരിക ESIയുടെ ഡാറ്റാബേസിലുള്ള ഇൻഷുർഡ് പേഴ്സൻ്റെ മൊബൈൽ നമ്പറിലേക്കായിരിക്കും, അതായത് പേരൻറ്റിൻ്റെ മൊബൈൽ നമ്പറിലേക്കായിരിക്കും. അത് വെച്ചിട്ടാണ് ബാക്കി ചെയ്യേണ്ടത്. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ചില കാര്യങ്ങൾ അവിടെ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ബേസിക് ഡീറ്റെയിൽസ് കുറേയൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. ആ ബേസിക് ഡീറ്റെയിൽ ഫില്ല് ചെയ്യുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ ചില ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യണം. ഏതൊക്കെ ഡോക്യുമെൻ്റാണ്? പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഓഫ് വാർഡ് ഓഫ് IP. വാർഡ് ഓഫ് IP എന്ന് പറയുന്നത് കുട്ടിയാണ്. ആ കുട്ടിയുടെ, അതായത് കാൻഡിഡേറ്റിൻ്റെ 5 to 50 KB ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാവണം. അതേപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഓഫ് IP, ഇത് ഇൻഷുർഡ് പേഴ്സൺ പേരൻ്റാണ്. അപ്പോൾ കുട്ടിയുടെയും പേരൻറ്റിൻ്റെയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാവണം. ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റ് ഫോർ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, അത് 10 to 200 KB, ഇതും കുട്ടിയുടേതാണ്. അതുപോലെ കുട്ടിയുടെ അഡ്മിറ്റ് കാർഡ്, NEET UG 2026 അഡ്മിറ്റ് കാർഡ്, അതും 200 KB ഉള്ളിൽ സൈസ് ഉണ്ടാവണം. ദെൻ അഫിഡവിറ്റ് ബൈ ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ പേരിൽ ഒരു അഫിഡവിറ്റ് കൂടെ സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ സൈസ് മാക്സിമം 200 KB. അഫിഡവിറ്റ് ബൈ IP, പെൺകുട്ടിയും ഒരു അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്യണം, പേരൻറ്റും ഒരു അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് Annexure 5, കുട്ടി ചെയ്യേണ്ടത് Annexure 4, പേരൻറ്റ് ചെയ്യേണ്ടത് Annexure 5. ഇത് രണ്ടും അപ്ലോഡ് ചെയ്യണം. ഇത് രണ്ടും നോട്ടറൈസ് ചെയ്ത് വാങ്ങണം. ഒരു നോട്ടറിയോട് നോട്ടറൈസ് ചെയ്ത് വാങ്ങേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ അനക്സർ നിങ്ങൾ ESIയുടെ സൈറ്റിൽ ഈ ഹൗ ടു അപ്ലൈ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി കയറുന്നിടത്ത് തന്നെ നിങ്ങൾക്ക്
നോട്ടിഫിക്കേഷൻസിൻ്റെ ലിസ്റ്റ് എടുത്താൽ ഈ അനക്സറുകൾ കിട്ടും. അപ്പോൾ ഇതിലെ അനക്സർ 4ഉം അനക്സർ 5ഉം നിങ്ങൾ നോട്ടറൈസ് ചെയ്ത് വാങ്ങി അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ 2 സർട്ടിഫിക്കറ്റ് അനക്സർ 4ഉം അനക്സർ 5ഉം തയ്യാറാക്കി വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പോകുമായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം സിസ്റ്റം ജനറേറ്റഡ് വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ് വിൽ ബി അവൈലബിൾ ടു ഡൗൺലോഡ് ആഫ്റ്റർ അപ്രൂവൽ ഓഫ് കോമ്പിറ്റൻറ്റ് അതോറിറ്റി. നിങ്ങൾ ഈ കൊടുത്തതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം പിന്നീടാണ് നിങ്ങൾക്ക് ഈ വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുക. അപ്പോൾ അതുവരെ അതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതിൽ മെമ്മോ ഉണ്ടാവും. അത് നിങ്ങൾ ക്ലിയർ ചെയ്താൽ ഇത് കിട്ടിക്കോളും. അപ്പോൾ അത് റെഗുലർലി നിങ്ങൾ ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഈ വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ആ പ്രൊസീജിയർ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിൽ എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റുകൾ കൂടുതലായി ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കുകയും അല്ലെങ്കിൽ തൊട്ടടുത്ത ESIയുടെ ഓഫീസിൽ കോൺടാക്ട് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്നൊക്കെ അറിയാൻ പറ്റും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ, റിജക്റ്റ് ആയിട്ടുള്ള റീസൺ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഫൈനലി എന്ത് വേണം, നമുക്ക് ഈ വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റണം. ഓക്കെ, ഇനി ഇതിൻ്റെ ടൈം നോക്കുക. മെയ് 28 വരെ, മെയ് 28 രാത്രി 11:59 വരെ നിങ്ങൾക്ക് വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ പറ്റും. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് മെയ് 31 മെയ് 31, അതായത് മെയ് 28 ക്ലോസ് ചെയ്യുന്നു. മെയ് 31 മുമ്പ് കിട്ടും. ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ 10 അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ 18 കിട്ടും. അപ്പോൾ 28 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 31 മുമ്പ് എന്തായാലും സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയിരിക്കണം. ഇനി ESIയുടെ മെഡിക്കൽ കോളേജുകളിലെ ട്യൂഷൻ ഫീ നോക്കുക. ഏകദേശം 24,000 രൂപയാണ് ട്യൂഷൻ ഫീ ഉണ്ടാവുക. പിന്നെ കോളേജ് സെക്യൂരിറ്റി ഫീ 5,000 രൂപ. ബാക്കിയെല്ലാം യൂണിവേഴ്സിറ്റി ചാർജ് കോളേജിനനുസരിച്ച് മാറും, ഹോസ്റ്റൽ ചാർജ് കോളേജിനനുസരിച്ച് മാറും, മെസ്സ് ഫീ, അതുപോലെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇതൊക്കെ കോളേജിനനുസരിച്ച് മാറും, മെസ് ചാർജ് അതൊക്കെ കോളേജിനനുസരിച്ചാണ്. ബട്ട് നിങ്ങൾ അടയ്ക്കേണ്ട ഫീ, ട്യൂഷൻ ഫീ ഇനത്തിൽ നിങ്ങൾ 24,000-ഉം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 5,000-ഉം അടയ്ക്കേണ്ടി വരും. ബാക്കിയൊക്കെ കോളേജുകൾക്കനുസരിച്ച് ചെറിയ ഏറ്റക്കുറച്ചിലുണ്ടാവാം. ഇനി ഇതിൽ ബാക്കി ഡീറ്റെയിൽസ് നോക്കുക. ഈ വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ ഇൻഷുർഡ് പേഴ്സൺ 30 സെപ്റ്റംബർ 2025 30, അതായത് സെപ്റ്റംബർ 30, 2025 ഈ ഇൻഷുർഡ് പേഴ്സൺ നിലവിൽ ESIയുടെ പരിധിയിൽ ഉണ്ടായിരുന്നിരിക്കണം. എങ്ങനെയൊരു നിർബന്ധമുണ്ട്. അതിന് മുമ്പ് ക്ലോസ് ചെയ്തു പോയവരോ അതിന് ശേഷം ജോയിൻ ചെയ്തവരോ ഒന്നും പറ്റില്ല. സെപ്റ്റംബർ 25 അല്ലെങ്കിൽ സെപ്റ്റംബർ 30, 2025 30 സെപ്റ്റംബർ 2025 വാർഡ് ഓഫ് അല്ലെങ്കിൽ ആ ഇൻഷുർഡ് പേഴ്സൺ ESIയുടെ പരിധിയിൽ ഉണ്ടായിരുന്നിരിക്കണം. അതാണ് ഒന്ന്. 2, ഏജ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ഓഫ് മെയിൽ വാർഡ് ഓഫ് IP, അതായത് കുട്ടി ആൺകുട്ടിയാണ് എങ്കിൽ ഷുഡ് നോട്ട് ബി മോർ ദാൻ 21 ഇയർ. 21 വയസ്സ് കടന്നിട്ടുണ്ടാവാൻ പാടില്ല. എപ്പോൾ? ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം ഓഫ് നീറ്റിൻ്റെ, അതായത് 8/3/2026 21 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവരുത്. 8/3/2026 മുമ്പ് അല്ലെങ്കിൽ 26 മുമ്പ് 21 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവരുത്. ഇതാണ് ആൺകുട്ടി. എന്നാൽ പെൺകുട്ടിക്ക് ഈ ഏജ് ബാരിയർ ബാധകമല്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അനക്സർ 4 കുട്ടിയും അനക്സർ 5 പേരൻറ്റും നോട്ടറൈസ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അനക്സർ നിങ്ങൾക്ക് ESIയുടെ സൈറ്റിൽ നോട്ടിഫിക്കേഷൻസ് വായിച്ച് നോക്കിയാൽ അനക്സറിൻ്റെ ഫോർമാറ്റ് അവിടെയുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് നോട്ടറൈസ് ചെയ്ത് വാങ്ങാം. ESIയുടെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇനി മറ്റെന്തെങ്കിലും അപ്ഡേറ്റുകൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഞാനത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. ഇത് ESI ഉള്ള കുട്ടികൾക്ക് മാത്രമാണ് ബാധകം, അത് ശ്രദ്ധിക്കുക. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.